നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ അക്രമവാസനയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് പ്രൊഫസർ ഡോക്ടർ ആർ ജയപ്രകാശാണ്. അതുപോലെ തന്നെ SITയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റിലെ ചൈൽഡ് സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, കുട്ടികളും കൗമാരക്കാരിലും കുറ്റവാസന വർദ്ധിച്ചു വരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളിലും കൗമാരക്കാരിലും അതുപോലെ ചെറുപ്പക്കാരിലും യൂത്തിലും കുറ്റവാസന വർദ്ധിച്ചു വരുന്നതിന് ബഹുമുഖമായ കാരണങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ പല കാരണങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സാമൂഹ്യ പശ്ചാത്തലത്തിലുണ്ടായ മാറ്റങ്ങളടക്കം നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പരിശോധിക്കേണ്ടി വരും. 3-4 ദശകങ്ങളുടെ ഒരു മാറ്റം സമൂഹത്തിൽ വന്നത് നമ്മൾ പ്രത്യേകിച്ച് ആഗോളവൽക്കരണം, ഉത്തരാഗോളീകരണ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷം. ആ മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ ടെക്നോളജിയുടെ വികാസം, അതുപോലെ ടെക്നോളജിയുടെ വളരെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ ആ ടെക്നോളജിയും അതുപോലെ മൊബൈൽ ഫോൺ ടാബൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പശ്ചാത്തലം, അതുപോലെ മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വലിയ തോതിലുള്ള ഉപഭോഗം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ കുട്ടികളിലെ പേരന്റിങ്ങിൽ വന്നിട്ടുള്ള മാറ്റം, കുടുംബതലത്തിൽ പേരന്റിങ്ങിൽ വന്നിട്ടുള്ള മാറ്റം, സമൂഹത്തില് വയലൻസ്, അതുപോലെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ വയലൻസ് വർദ്ധിച്ചു വരുന്നതിനുള്ള മാറ്റങ്ങൾ, അതുപോലെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസം, അതുപോലെ ശത്രു സംഹാര പൂജകള്, ഇങ്ങനെ ശരിക്കും ബഹുമുഖമായിട്ടുള്ള പല കാരണങ്ങളാണ് നമുക്ക് കുട്ടികളിലും കൗമാരക്കാരിലും അതുപോലെ തന്നെ യൂത്തിലും അക്രമവാസന വർദ്ധിച്ചു വരുന്നതിനുള്ള അക്രമവാസനയും വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഒരു പഠനം നടത്തുകയുണ്ടായി. SIT ആശുപത്രിയിൽ ബിഹേവിയറൽ പീഡിയാട്രിക്സിൽ 300 കുട്ടികളെ, കോണ്ടാക്ട് ഡിസോർഡറുള്ള 300 കുട്ടികളെ എടുത്തിട്ട് ഞങ്ങൾ അവരിൽ ഒരു വർഷം നീളുന്ന നിരീക്ഷണവും അതുപോലെ ഇടപെടലും മാസം തോറുമുള്ള സൈക്കോസോഷ്യൽ ഇന്റർവെൻഷനും ഒക്കെ നൽകുകയാണ്. അങ്ങനെയുള്ള കുട്ടികളെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നമ്മൾ കണക്ക് പ്രത്യേകം എടുത്ത് നോക്കിയപ്പോൾ അതിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചു. ഒന്ന്, കുടുംബത്തിലെ മദ്യപാനം, പ്രത്യേകിച്ച് അച്ഛന്റെ മദ്യപാനം, ഗാർഹിക ലഹള, ഗാർഹിക പീഡനം, അതുപോലെ കുട്ടികൾ കുടുംബ പശ്ചാത്തലത്തില് മാനസിക രോഗത്തിന്റെ സാഹചര്യമുള്ള കുടുംബാന്തരീക്ഷം, അങ്ങനെ സിംഗിൾ പേരന്റ് ഫാമിലി, ഇത്തരത്തിൽ പല കാരണങ്ങളും നമുക്ക് കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായിട്ട് കുട്ടികളുടെ കുറ്റവാസനയിൽ വർധനവ് വരുന്നുണ്ട്. നമ്മൾ ആശുപത്രിയിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നമുക്ക് ആ വർധനവ്, നമുക്ക് പല രീതിയിലുള്ള വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ലക്ഷണങ്ങളിലുള്ള മാറ്റങ്ങൾ എല്ലാം തന്നെ വൈകൃതമുള്ള കുട്ടികളുടെ കണക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ എണ്ണം ക്രമമായി ക്ലിനിക്സിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ, ഈ സിനിമ, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഇതിന്റെയൊക്കെ സ്വാധീനം കുട്ടികളിലെ അക്രമവാസന കൂട്ടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അതായത് മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ കുട്ടി, 6 മാസമുള്ള കുട്ടിയെ തന്നെ നമ്മൾ, അല്ലെങ്കിൽ 2 മാസം 3 മാസമുള്ള കുട്ടിയെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളെ കളിപ്പിക്കുകയും മൊബൈൽ ഫോൺ കാണിച്ച് കുട്ടികളെ ആഹാരം കഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അങ്ങനെ വളരെ ചെറിയ കുട്ടിക്കാലം തൊട്ടേ. ഇപ്പൊ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, അമ്മ നെറ്റിയിൽ മൊബൈൽ ഫോൺ വെച്ച് കെട്ടിവെച്ചിട്ട് കുട്ടിക്ക് 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ അതിന് വന്ന പ്രതികരണമാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. മാർവലസ് ഐഡിയ എന്നാണ് അതിലെ ഒരു പ്രതികരണം. അങ്ങനെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കാണിച്ച് കുട്ടിയെ ആഹാരം കഴിപ്പിക്കുന്ന ഒരു പ്രവണത, അത് വളരെ ഒരു മൊബൈൽ ഫോൺ കെട്ടിവെച്ചപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഒരു റെസ്പോൺസ് വന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, ഇത്തരത്തിൽ കുട്ടിയെ മൊബൈൽ ഫോൺ ചെറിയ പ്രായത്തിൽ തന്നെ കാണിക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് കുട്ടികൾ വളരെ വേഗത്തിലുള്ള തലച്ചോറിന്റെ വികാസം സംഭവിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ശ്രദ്ധാശേഷിയുടെ ന്യൂറോണൽ സർക്യൂട്ട്
ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി ഒക്കെ വളരെ വേഗതയിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ കുട്ടിക്ക് നമ്മൾ ഈ ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റിമുലസ്, പ്രത്യേകിച്ച് മൊബൈലോ കാർട്ടൂൺ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടിയിൽ ഈ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ടിന്റെ ഫോർമേഷനെ അത് തടസ്സപ്പെടുത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഈ കാർട്ടൂണുകളിലെയും അതുപോലെ വീഡിയോ ഗെയിമുകളിലെയും കണ്ടന്റ് എന്ന് പറയുന്നത് അക്രമവാസനയുടെ, അക്രമത്തിന്റെ, ഒരാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ്, ഉള്ളടക്കമാണ് ഈ കാർട്ടൂണുകളിൽ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വേഗതയും അതുപോലെ അതിലെ അക്രമ സ്വഭാവമാണ് ചെറിയ കുട്ടികളെ കാർട്ടൂണിലേക്ക് ആകർഷിക്കുന്നത്. അപ്പൊ അങ്ങനെ നിരന്തരമായി ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരുന്ന കുട്ടികളിൽ അവർക്ക് വാക്ചാതുര്യം കുറവായിരിക്കും. അപ്പോൾ അവരുടെ അക്രമ സ്വഭാവമായിരിക്കും അവർ കൂടുതൽ. അവർക്ക് അവരുടെ ഒരു ആഗ്രഹം മറ്റുള്ളവരോട് പറഞ്ഞ് അവരോട് വാദിച്ച് അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി, വാക്കുകളിൽ ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ സ്ഥിരമായ ചെറിയ കുട്ടികൾ കണ്ടുവരുന്ന കുട്ടികളുള്ള സ്വഭാവ രീതി. അവർക്കെല്ലാം അക്രമത്തിലൂടെ കാര്യം സാധിക്കും. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പാലക്കാട് നിന്നും സിറാജുദ്ദീൻ ആണ്. സിറാജുദ്ദീൻ, ഡോക്ടറോട് ചോദിക്കാം. സിറാജുദ്ദീൻ കേൾക്കാനുണ്ടോ? സർ നമസ്കാരം. സാർ നമസ്കാരം. സാറേ, ഈ സമീപകാലത്താണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ കൊലപാതകങ്ങളും അത് മറ്റുള്ള വാസനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു പരിധിവരെ നമ്മുടെ സിനിമ, സീരിയല്, അതുപോലെ സാമൂഹ്യ മാധ്യമത്തിലുള്ള ഓരോ രംഗങ്ങളും എല്ലാമാണ് കണ്ട് പഠിക്കുന്നത്. അല്ലാതെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വരാനൊരു വാസന ഒന്നും എവിടെ നിന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ സ്വയം നമ്മുടെ ഈ ഒരു സംവിധാനം ഒന്നും ശരിയല്ല. ഈ സംവിധാനം തന്നെ നമ്മൾ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. സെൻസർ ബോർഡിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു വിവരം നൽകി അവയെ വേണ്ട രീതിയിൽ ഗവൺമെന്റ് ഒന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ സ്കൂളിൽ അതിൽ വ്യക്തമായ ക്ലാസ്സുകൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പീരീഡെങ്കിലും ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം വളരെ വ്യക്തമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുപോലുള്ള ക്ലാസ്സുകൾ സർക്കാർ ഇതിന് വളരെ നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒഴിവാക്കാനുള്ള എല്ലാ സംവിധാനവും സർക്കാർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടെ കുറച്ചുകൂടി തീവ്രമായിട്ട് രംഗത്ത് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ രീതിയിൽ നമ്മൾ കുട്ടികളെ പോകുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ കുട്ടികൾ അക്രമവാസന ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കരുതിക്കൊണ്ട് അവര് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയും അവരെ നല്ല രീതിയിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഓക്കെ. ഡോക്ടർ, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാണ്. ഡോക്ടർ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും കണ്ടുവരുന്ന ഇത്തരം കുറ്റവാസനകളുടെ മനഃശാസ്ത്രം എന്താണ്? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പ്രത്യേകമായിട്ട് 2-3 കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും കുട്ടികളുടെ ഈ കുറ്റവാസനയെ സംബന്ധിച്ച്. അപ്പോൾ കുട്ടികളിൽ കുറ്റവാസന ചെറിയ കാലത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർട്ടൂണിന്റെ ഒരു സ്വാധീനം പോലെ അല്ലെങ്കിൽ വീഡിയോ ഗെയിമിന്റെ ഒരു സ്വാധീനം പോലെയുള്ള ഒരു അവസ്ഥ ഒരു കാരണമാണ്. അത് ഈ ചെറിയ കുട്ടികളിൽ ഇത്തരത്തിലുള്ള കാർട്ടൂണുകൾ കണ്ട് വളരുന്ന, വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികളിൽ അക്രമവാസന കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് നമ്മൾ ചെറിയ കുട്ടിക്കാലത്തൊട്ട് തന്നെ അവരിൽ അക്രമവാസന, ഇപ്പൊ ഒരു പ്രതിസന്ധി ഒരു ഒരെണ്ണത്തിനെ നശിപ്പിച്ച് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്ത് അങ്ങനെ പോകുന്ന, അപ്പോൾ കുട്ടിയുടെ മുമ്പിൽ ഒരു അച്ഛനോ അമ്മയോ ഏതെങ്കിലും നിബന്ധനകൾ വെക്കുമ്പോൾ അവർ ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും അവർ കാണുന്നത്. അപ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള വാസന, കാർട്ടൂണിൽ കണ്ടതുപോലെ ചെയ്യാനുള്ള പ്രവർത്തന സ്വഭാവ രീതി കുട്ടികൾ, അപ്പോൾ ചെറിയ കുട്ടികൾ 2-3 വയസ്സൊക്കെ ഉള്ള കുട്ടികളിൽ തന്നെ ഈ അക്രമ പ്രവണത നമുക്ക് ദർശിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേരന്റിങ്ങിലൊക്കെ ഉള്ള വെല്ലുവിളികൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പേരന്റിങ്ങിൽ കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായിട്ട് നമ്മൾ ഒരു മാറ്റം വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബ പശ്ചാത്തലത്തിൽ മാതാപിതാക്കൾക്ക് തിരക്കേറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ശരിയായ തരത്തിൽ കുട്ടികളെ പരിപാലിക്കുന്നതിന്, ശരിയായ തരത്തിലുള്ള ശിശുപരിപാലനം നൽകി പരിപാലിക്കുന്നതിന് കഴിയാതെ വരുന്നു തിരക്കേറിയ സാഹചര്യത്തിൽ. അപ്പൊ തിരക്കേറിയ സാഹചര്യത്തിൽ ഈ ശിശുപരിപാലനത്തിലുള്ള വിടവ് നികത്തുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്നത് വലിയ സമ്മാനങ്ങൾ, വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിച്ചു നൽകിയാണ് കുട്ടിയെ പ്രീണിപ്പിക്കുന്നത്.
ഒരു ടൂർ നടത്തിയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു വില കൂടിയ ഒരു സമ്മാനവുമായിട്ട് വരുന്നു. അങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ മാത്രമല്ല, കുട്ടി പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പെർമിസീവ് ആയിട്ടുള്ള ഒരു പേരന്റിങ് രീതി മാതാപിതാക്കൾക്കിടയിൽ വ്യാപകമാണ്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടിക്കാലത്ത് വളർന്നത്, ഈ നിലയിൽ എത്തിയത്. അപ്പൊ ഞാൻ അതിന്റെ വിഷമം അവരെ അറിയിക്കത്തില്ല. അവർ പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കുക, എങ്ങനെയും ഞാൻ സാധിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ഒരു വാശി കാണിക്കുക, കാര്യം നടക്കുന്നില്ലെങ്കിൽ ഒരു വാശി കാണിച്ച ഒരു അക്രമത്തിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് അത് സാധിച്ചു കൊടുക്കുക, അക്രമം ഒഴിവാക്കാനും വാശി ഒഴിവാക്കാനും. അപ്പോൾ കുട്ടി മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കാര്യവും നടക്കും, കാര്യം നടന്നില്ലെങ്കിൽ അക്രമത്തിലേക്ക് പോയി കാര്യം നടക്കും, അക്രമം കാണിച്ചാൽ കാര്യം നടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബിഹേവിയറലായിട്ടുള്ള ഒരു പ്രോഗ്രാമിങ് കുട്ടികളിൽ പെർമിസീവ് പേരന്റിംഗിൽ നടക്കുന്നുണ്ട്. അതൊരു വളരെ അപ്പോൾ അതായത് ഒരു കുട്ടി പറയുന്ന കാര്യങ്ങൾ ആവശ്യമുള്ളതാണോ, അത് വേണ്ടതാണോ, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ചർച്ചയൊന്നും കുട്ടിയുമായിട്ട് നടത്തുന്നില്ല. പറയുന്നതെല്ലാം ഉടനെ തന്നെ സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള, അപ്പൊ എന്തും അക്രമത്തിലൂടെ സാധിക്കാമെന്നുള്ള രീതിയിലേക്ക് കുട്ടി എത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് പോവാണ്. ഈ എന്ത് തരത്തിലുള്ള വികാരമാണ് ഈ കൊലപാതകങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും ഈ കുട്ടികളെ നയിക്കുന്നത്? അതായത് നമ്മൾ ഈ കാണുന്നത് ഈ കുട്ടികളിലുള്ള ഒരു കുറ്റവാസനയുടെ രീതികളാണ്. അപ്പൊ അതില് നമ്മൾ ഏകദേശം ഒരു എപ്പിഡമിയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് 6 മുതൽ 10 വരെ ശതമാനം കുട്ടികളിൽ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളിൽ കുറ്റവാസന യഥാർത്ഥത്തിൽ 6 മുതൽ 10% കുട്ടികളിൽ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അധികം ഈ കുട്ടിക്കാലത്ത് തന്നെ അത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണുമ്പോഴത്തേക്ക് വാശി പിടിക്കുന്ന സ്വഭാവം, വാശി പിടിച്ച് കാര്യം സാധിക്കുക, ആക്രമിച്ച് കാര്യം സാധിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതുപോലെ മോഷണം നടത്തുക, കള്ളം പറയുക, അതുപോലെ സാധനങ്ങൾ നശിപ്പിക്കുക. അത് കുറച്ചും കൂടെ വലുതായി കൗമാരകാലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ സെക്ഷൽ ക്രൈംസിലൊക്കെ ഏർപ്പെടുക, മൊബൈൽ ഫോണുമായിട്ട് ക്ലാസ്സിൽ വന്ന് പെൺകുട്ടികളുടെ അടക്കം മൊബൈൽ ഫോൺ എടുക്കുക, ഫോട്ടോ എടുക്കുക, അവരുടെ സ്വകാര്യ നിമിഷങ്ങളുടെ ഫോട്ടോ എടുക്കുക, അത് സർക്കുലേറ്റ് ചെയ്യുക വാട്സാപ്പിൽ. അതുപോലെ കുട്ടികളിൽ പിന്നെ അങ്ങനെ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കുട്ടികളിൽ ആദ്യം തൊട്ടേ തന്നെ, ചെറിയ കുട്ടിക്കാലം തൊട്ട് കൗമാരകാലം തൊട്ട് ഇങ്ങനെ വികസിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറ്റവാസനയുള്ള ഈ കുട്ടികൾക്ക് കുറ്റം ചെയ്തതിലൊരു കുറ്റബോധം കാണത്തില്ല. അപ്പൊ നമ്മള് ഈ താമരശ്ശേരി സംഭവത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ കുട്ടി ചെയ്തു കഴിഞ്ഞ കുട്ടിയുടെ പിന്നെ വീഡിയോ, അതിന്റെ ഓഡിയോ മെസ്സേജ് കേട്ടപ്പോഴത്തേക്ക് ആ ഒരു കണ്ണ് പോയതിൽ പുള്ളി സന്തോഷിക്കുകയാണ്. ഒരു പ്രോഗ്രാം എവാലുവേറ്റ് ചെയ്ത് വിജയകരമാണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റബോധം ഇല്ല കുട്ടിയിൽ. സാധാരണഗതിയിൽ ഒരു സ്വാഭാവികമായി വരുന്ന ഒരു അക്രമ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു കുറ്റബോധം കാണും. അപ്പൊ ഈ സൈക്കോപതിക് മൈൻഡായിട്ടുള്ള സ്വഭാവ രീതിയുള്ള കുട്ടികളിൽ, കുറ്റവാസനയുള്ള കുട്ടികളിൽ അത്തരത്തിലുള്ള കുറ്റബോധം കാണത്തില്ല. അവര് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സ്വഭാവ രീതി പ്രത്യേകമായിട്ട് അവർ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കാലം തൊട്ട് തന്നെ രൂപപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാതെ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി ആളോടെ സഡൻ പെട്ടെന്ന് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതല്ല. അത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കുട്ടികളെല്ലാം നമ്മൾ പുറകിലേക്ക് നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശൈശവകാലം തൊട്ട് തന്നെ നമുക്ക് സ്വഭാവ രീതിയിലുള്ള വ്യത്യസ്തതകൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടിക്കാലത്ത് 5, 6 വയസ്സ്, 10 വയസ്സിലുള്ള പ്രായത്തിലുള്ള സ്വഭാവ രീതികൾ, 10 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള സ്വഭാവ രീതികളിലൊക്കെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ കുറ്റവാസന, അക്രമ സ്വഭാവവും വാശി സ്വഭാവവും ഒക്കെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ പഠനത്തിന്റെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ 300 കുട്ടികളെ എടുത്ത് പഠിച്ചിട്ട് അവർ മാസം തോറുമുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ്, അതുപോലെ മാതാപിതാക്കൾക്ക് പേരന്റിങ്ങിലും ഒക്കെ പരിശീലനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 64% കുട്ടികളിൽ ഈ കുറ്റവാസനയുടെ സ്വഭാവ രീതി ഞങ്ങൾ കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്. കോണ്ടാക്ട് ഡിസോർഡർ, സ്വഭാവ വൈകൃതങ്ങൾ. അപ്പോൾ ഈ സ്വഭാവ വൈകൃതം 64% കുട്ടികളിൽ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രത്യേക സ്വഭാവ രീതിയാണ്. എല്ലാ കുട്ടികളുടെയും സ്വഭാവ രീതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു നിശ്ചിത ശതമാനം കുട്ടികളിൽ ആണ് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണുന്നത്. അത് സമൂഹത്തിന്റെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും മുഴുവൻ സ്വഭാവമായി അങ്ങനെ മാറി എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം? ഇപ്പം മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്കൂൾ തലത്തിൽ എന്ത് ചെയ്യാം? സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാം?
ഇവിടെ നമ്മൾക്ക് കുടുംബതലത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 2-3 നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മൊബൈൽ ഫോൺ പൂർണ്ണമായി ഒഴിവാക്കുക. മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കുക, വീഡിയോ ഗെയിം, കാർട്ടൂൺ കാണിക്കുക. ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗം പൂർണ്ണമായും കുട്ടികളിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഒക്കെ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ചൈൽഡ് ആൻഡ് അഡോളസന്റ് മെന്റൽ ഹെൽത്ത്, ചൈൽഡ് സൈക്കാട്രിസ്റ്റുകളുടെ നാഷണൽ ഓർഗനൈസേഷനാണ്. അവരെല്ലാം കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് 3 വയസ്സ് കാലം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോൺ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാർട്ടൂൺ, വീഡിയോ ഗെയിമുകളിലൂടെ അക്രമത്തിന്റെ ഒരു പ്രൈമിംഗ് നടക്കാനുള്ള, ഒരു പ്രോഗ്രാമിംഗ് നടത്താനുള്ള സാധ്യത നമുക്ക് പരമാവധി ലഘൂകരിച്ച് കൊണ്ടുവരാൻ കഴിയും. മുതിർന്ന കുട്ടികളിൽ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ഡിജിറ്റൽ ലിറ്ററസിയെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ലഭിക്കേണ്ടി വരും. പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്ന് നമുക്ക് അത്തരത്തിൽ ഡിജിറ്റൽ ലിറ്ററസി നിയന്ത്രിച്ച് ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടല്ല, നിയന്ത്രിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ള കണ്ടന്റുകളെ സംബന്ധിച്ചൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സ്കൂൾ വഴി നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാതാപിതാക്കളോട് പറയാനുള്ളത്, ഈ ഇത്തരത്തിൽ കുട്ടിക്കാലത്ത് ഈ സ്വഭാവ രീതികൾ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് ആൺകുട്ടിയല്ലേ, ആൺകുട്ടികൾക്ക് ഇത്തിരി വാശിയൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിരിക്കാതെ, ഈ വികൃതി കൂടിയ സ്വഭാവ രീതി, ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയ സ്വഭാവ രീതി, സാധനങ്ങൾ എടുത്തെറിയുക, ഉപദ്രവിക്കുക, ഓടി വന്ന് അടിക്കുക, തറയിൽ കിടന്നുള്ളുക, തലയിട്ടിടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സാധനങ്ങൾ നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് ശൈശവകാലത്ത്, അല്ലെങ്കിൽ പിന്നെ ഒരു 5-6 വയസ്സിന്റെ പ്രായത്തിൽ തന്നെ. അപ്പൊ അത്തരം സ്വഭാവമുള്ള കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും മാനസികാരോഗ്യ വിദഗ്ധരുടെ, സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ, ശിശു മാനസികാരോഗ്യ വിദഗ്ധരുണ്ടെങ്കിൽ അവര് അങ്ങനെ കുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളിൽ മരുന്നില്ലാതെ തന്നെ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ, മരുന്നല്ല ഇതിൽ പ്രധാനം, സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസിലൂടെ നമുക്ക്, ബിഹേവിയർ തെറാപ്പിയിലൂടെ ഈ കുട്ടികളിലുള്ള ഈ സ്വഭാവ രീതിയെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പേരൻസിന് നമ്മൾ ഇത്തരത്തിലുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷനോടൊപ്പം തന്നെ പേരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറയും. കുട്ടികൾക്ക് പിന്നെ പേരന്റിങ്ങിലുള്ള പരിശീലനം കൊടുക്കുക. നേരത്തെ പറഞ്ഞ പെർമിസീവ് പേരന്റിങ്, അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ആയിട്ടുള്ള, ഏകാധിപത്യപരമായിട്ടുള്ള പേരന്റിങ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് കുടുംബങ്ങളിൽ പിന്തുടരുന്ന. അതിന് പകരം ശിശു പരിപാലനത്തിലേക്ക്, അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിലേക്ക്, അപ്പോൾ പേരന്റിങ്ങിന്റെ ഒരു വലിയ പരിശീലനം ഇത്തരത്തിലുള്ള നമ്മളെ സെന്ററുകളിലൊക്കെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണുമ്പോൾ ഉടനെ തന്നെ അവരെ കുട്ടികളെ ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഡോക്ടറെ, സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ വട്ടായി പോകുന്നൊക്കെ പറഞ്ഞുള്ള തെറ്റായ സ്റ്റിഗ്മയൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് കുടുംബതലത്തിലുള്ളത്. സ്കൂൾ തലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അധ്യാപകരെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അധ്യാപകരെ ഒരു 15%, ഒരു സ്കൂളിൽ 2 അധ്യാപകരെങ്കിലും ഒരു കുട്ടികളുടെ ശിശു വികാസ മനഃശാസ്ത്രം, കൗമാര വികാസ മനഃശാസ്ത്രം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇതുപോലുള്ള ഡിജിറ്റൽ ലിറ്ററസിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നമുള്ള കുട്ടികളെ നേരത്തെ കൂട്ടി കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള പരിശീലനം, ഈ രീതിയിൽ കൗൺസിലിങ്ങിലുള്ള പരിശീലനം, അങ്ങനെ അധ്യാപകർക്ക് പരിശീലനം നൽകി അധ്യാപകരെ പ്രൈമറി കൗൺസിലർമാരായിട്ട് സ്കൂളുകളിൽ പരിശീലിപ്പിച്ചെടുത്തുകൊണ്ട് ഇത്തരം കുട്ടികളെ നേരത്തെ കൂട്ടി കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രൈമറി ഇന്റർവെൻഷൻ സ്കൂൾ തലത്തിൽ നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ ഡിജിറ്റൽ ഡോക്ടർ, ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഗീതയാണ്. ഗീത, ഡോക്ടറോട് ചോദിക്കാം. ഗീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പിന്നെ ഈ കുട്ടികളിൽ ഡിപ്രഷൻ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടാണോ, അതോ കുട്ടികളിൽ അങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവുക? കുട്ടികളിൽ ഡിപ്രഷൻ ഉണ്ട്. വളരെ പണ്ട് കാലത്ത് ഒരു 30-40 കൊല്ലത്തിന് മുമ്പൊക്കെ കുട്ടികളിൽ ഡിപ്രഷൻ ഉണ്ടാവുന്നില്ല എന്നായിരുന്നു മെഡിക്കൽ സയൻസിൽ, ചൈൽഡ് സൈക്കാട്രിയിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 3 ദശകങ്ങളായിട്ട് നമുക്ക് ശരിക്കും കുട്ടികളിലും ഡിപ്രഷൻ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. കുട്ടികളിലെ ഡിപ്രഷൻ നമുക്ക് സാധാരണഗതിയിൽ അണ്ടർ ഡയഗ്നോസ്ഡ് എന്ന് പറയുന്നത് വെച്ചാൽ സാധാരണഗതിയിൽ തിരിച്ചറിയപ്പെടുന്നില്ല കുട്ടികളിൽ. ഇപ്പൊ കുട്ടികളിലെ ഡിപ്രഷൻ അഡൽട്ടിലെ ഡിപ്രഷനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കുട്ടികളിൽ അഡൽട്ടിലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് വിഷമം, ഒറ്റയ്ക്കിരിക്കുക, കരയുക, മനസ്സിന്റെ വിഷമം മറ്റുള്ളവരോട് പിന്നെ ഷെയർ ചെയ്യുക, അതുപോലെ മരിക്കണമെന്നുള്ള ചിന്ത വരുന്നു, അതുകൊണ്ട് എനിക്ക് മരിക്കണം, ആത്മഹത്യ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകളൊക്കെ ഈ അവിടെ ഏറ്റവും അടുപ്പക്കാരോട്, അച്ഛനോട്, അമ്മയോട്, അല്ലെങ്കിൽ ഭർത്താവിനോട്, ഭാര്യയോടൊക്കെ
പറയും, അങ്ങനെ ഷെയർ ചെയ്യും. അതേസമയത്ത് കുട്ടികളിലെ കൗമാരക്കാരിലെ വിഷാദ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവര് പിന്നെ ഷെയർ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് അവരുടെ സ്വഭാവത്തിലായിരിക്കും മാറ്റം വരുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പിന്നെ വഴക്ക് കൂടുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുക, ചോദിച്ചാൽ ദേഷ്യപ്പെടുക, പിന്നെ അതുപോലെ പഠനത്തിൽ പുറകിൽ പോവുക. അവിടെ ഇറിറ്റബിലിറ്റി, ആങ്കർ ഒക്കെ ആ രീതിയിലുള്ള സ്വഭാവ രീതികളിലായിരിക്കും. അപ്പൊ സ്വഭാവ രീതി ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇരുന്ന് അമ്മയോടെ തർക്കിച്ച് വഴക്കൂടി അമ്മ എന്ത് ചെയ്യും? സാധാരണ അടി കൊടുക്കും. അടി കൊടുത്ത് നിയന്ത്രിക്കാൻ ശ്രമിക്കും. പക്ഷെ ഈ കുട്ടിയുടെ സ്വഭാവ രീതിയിൽ പെട്ടെന്ന് സ്വഭാവ രീതിയിൽ 2 ആഴ്ച 3 ആഴ്ച 1 മാസമൊക്കെ കൊണ്ടുള്ള ഈ സ്വഭാവ രീതിയിലുള്ള മാറ്റത്തെ നമ്മൾ ഗൗരവമായി കണ്ട് അത് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കുട്ടികൾക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആഹാരം കഴിക്കും. ഈ വിഷാദ രോഗത്തിന്റെ കുട്ടികൾ കൗമാരക്കാരിൽ ചിലപ്പം ആഹാരം കുറച്ച് കഴിക്കും, ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും, ചിലർക്ക് ഉറക്കം കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ സാധാരണ രീതിയിലുള്ള ലക്ഷണങ്ങളെക്കാളും വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ് ഈ അഡോളസന്റ് ഡിപ്രഷനിൽ, ചൈൽഡ് ഡിപ്രഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് കാരണം. പിന്നെ നമുക്ക് ചികിത്സ ശരിക്കും പറഞ്ഞാൽ വിജയകരമായ ചികിത്സയാണ് ചൈൽഡ് അഡോളസന്റ് ഡിപ്രഷനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവർക്ക് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുമ്പം അവർ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ മരുന്നുകൾ കൂടെ കൊടുക്കാൻ പറ്റും. വളരെ സേഫായിട്ടും സുരക്ഷിതവുമായിട്ടുള്ള നിരവധി ആന്റി ഡിപ്രസന്റുകൾ ഇപ്പം സമൂഹത്തിൽ ഇവിടെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡോക്ടർ എഴുതുന്ന മരുന്ന് കൃത്യമായി നിശ്ചിത കാലം കഴിച്ചു കഴിഞ്ഞാൽ, ആന്റി ഡിപ്രസൻസ് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടി അപ്പോൾ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി മരുന്ന് ചികിത്സയും കമ്പൈൻഡ് ആയിട്ടുള്ള മരുന്ന് ചികിത്സയിലൂടെ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പുരോഗതി, ഇംപ്രൂവ്മെന്റ് ഈ ചൈൽഡ്ഹുഡ് ഡിപ്രഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിയുടെ സ്വഭാവ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പെട്ടെന്ന് പഠനത്തിൽ പുറകിലോട്ട് പോകുന്ന രീതികളൊക്കെ കാണും. തീർച്ചയായിട്ടും ഡോക്ടറെ സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള മെസ്സേജ്. കുട്ടികളിലെ അക്രമവാസനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ്. ഡോക്ടർ ചുരുക്കത്തിൽ അതൊന്നുകൂടെ പറഞ്ഞു തരാമോ? നമ്മൾ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞല്ല. ഒന്ന്, മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം, ഡിജിറ്റൽ ലിറ്ററസി കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്. അതേപോലെ കുട്ടികൾ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച രീതി നമ്മൾ പറഞ്ഞതുപോലെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയെ മാനസികാരോഗ്യ വിദഗ്ധരെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ശിശു പരിപാലനത്തിൽ നമ്മൾ മതിയായ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക. എന്ത് സാധിച്ചു കൊടുക്കുന്ന പ്രവണതയും അത് കടുത്ത ശിക്ഷാ രീതിയിൽ കുട്ടികളെ അനുസരണ പഠിപ്പിക്കുന്ന രീതികളും കുട്ടികൾക്ക് അംഗീകരിക്കാത്ത തരത്തിലുള്ള പേരന്റിങ് രീതികൾ ഒഴിവാക്കിക്കൊണ്ട് ശിശു സൗഹൃദ ശിശു പരിപാലനം, അതൊക്കെ വളരെ വിശാലമായ വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ സ്കൂൾ തലത്തിൽ ഇടപെടൽ, ഡിജിറ്റൽ ലിറ്ററസി, അതുപോലെ അധ്യാപകരെ പരിശീലിപ്പിച്ച് പ്രൈമറി ഇന്റർവെൻഷൻ കഴിയുന്ന രീതിയിൽ. അതുപോലെ കോളേജുകളിൽ നമ്മൾ കാണേണ്ടത്, കോളേജുകളിലും സ്കൂളുകളിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ശക്തമാക്കണം. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഈ പ്രവണതകൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള ബോധവൽക്കരണ സെമിനാർ, പ്രഭാഷണങ്ങൾ, ചർച്ചകൾ സംഘടിപ്പിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ബഹുമുഖമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളിൽ അക്രമവാസനയും വർദ്ധിച്ചു വരുന്നത്, അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം വർദ്ധിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമുഖമായ ഇടപെടൽ നൽകിക്കൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള പ്രവണതയെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട്, പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും കഴിയും. അപ്പൊ സമൂഹം ഇപ്പൊ എന്തായാലും ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇത്തരം വിഷയങ്ങൾ ഗൗരവമാണ്, അത് ഇടപെടേണ്ട വിഷയമാണെന്നുള്ള ഒരു ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ സമയപരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ്. കുട്ടികളിലെ അക്രമവാസനയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് പ്രൊഫസർ ഡോക്ടർ ആർ ജയപ്രകാശാണ്. അതുപോലെ തന്നെ SITയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റിലെ ചൈൽഡ് സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിലെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.